നമസ്കാരം. ഉത്തർപ്രദേശിൽ ഛങ്കൂർ ബാബ എന്ന് പറയുന്ന ഒരുത്തനെ പൂട്ടിക്കെട്ടിയത്, അതായത് ഇവൻ ഇത്രയും നാളും കാണിച്ചു വന്നിരുന്ന സാമൂഹ്യ ദ്രോഹം, നിർബന്ധിത മതപരിവർത്തനം, പാവപ്പെട്ട സ്ത്രീകളെയും പെൺകുട്ടികളെയും ഉപദ്രവിക്കൽ, അവരെ നിർബന്ധിച്ച് മതം മാറ്റി, ഇതൊക്കെ കഴിഞ്ഞ ദിവസം വളരെ സറ്റൈറിക്കലായിട്ട് ഞങ്ങളുടെ വീഡിയോ എഡിറ്റർ കൂടിയായ അനന്തു ഒരു സറ്റയർ പ്രോഗ്രാമിൽ അവതരിപ്പിച്ചിരുന്നു. തലതെറിച്ചവൻ എന്ന ഒരു പരിപാടിയിൽ പുതിയതായി തത്വമയിൽ ആരംഭിച്ചതാണ്. എല്ലാ പ്രേക്ഷകരും ഈ പരിപാടി ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. ഈ ഛങ്കൂർ ബാബയുടെ പുതിയ ചില റിപ്പോർട്ടുകൾ, അതായത് ഇയാൾ ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ചും ഇയാളുടെ വിശദ വിവരങ്ങൾ സഹിതമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇയാൾക്ക് 40 ബാങ്ക് അക്കൗണ്ടുകളിലായി 106 കോടിയിൽ പരം രൂപയുടെ ആസ്തിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 1500-ൽ പരം ഹിന്ദു സ്ത്രീകളെ മതപരിവർത്തനം നടത്തി എന്ന കുറ്റമാണ് ഇയാൾക്കെതിരെ തുടങ്ങിയിരിക്കുന്നത്. ജലാലുദ്ദീൻ എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര്. ജലാലുദ്ദീൻ. ഛങ്കൂർ ബാബ എന്നൊക്കെ ഇയാൾ സ്വയം ഇട്ട് വിളിക്കുന്ന പേരാണ്. ഇയാളുടെ ബാങ്കിൽ വന്ന പണം, ഈ 106 കോടി രൂപ എവിടുന്ന് വന്നു എന്നറിയില്ല. ജലാലുദ്ദീന്റെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ നടന്ന അനധികൃത മതപരിവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉത്തർപ്രദേശ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ATS ആണ് 2 ദിവസം മുമ്പ് ഇയാളെ പൊക്കിയത്. പാവപ്പെട്ടവരായ, നിർധനരായ, വിധവകളായ സ്ത്രീകളെയാണ് പ്രധാനമായും ജലാലുദ്ദീൻ എന്ന ഈ ഭീകരൻ ലക്ഷ്യമിട്ടിരുന്നത് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ സ്ത്രീകളെ കൂടാതെ മറ്റ് സമൂഹത്തിലൊക്കെ തന്നെ ഇറങ്ങി നടത്തുന്ന മതപരിവർത്തനങ്ങൾ വേറെയുണ്ട് കേട്ടോ. ഇയാളുടെ ഈ അനധികൃത മതപരിവർത്തനങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കം പിന്തുണയും ഫണ്ടും ലഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ATS അത് കണ്ടെത്തിയിട്ടുണ്ട്. ചാന്ദ് ആലിയ ദർഗ എന്ന ഒരു സ്ഥാപനം കേന്ദ്രമാക്കി വർഷാവർഷം നടക്കുന്ന ഉറൂസിൽ വിദേശീയരായ അതിഥികളെ ക്ഷണിച്ചു വരുത്തിയാണ് ഇയാൾ മതപരിവർത്തന ശ്രമങ്ങൾ പദ്ധതിയിട്ടിരുന്നത്, നടപ്പിലാക്കിയിരുന്നത് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, ബൽറാംപൂർ ജില്ല, അവിടെയൊക്കെ തന്നെ ചില മതകേന്ദ്രങ്ങൾ സ്ഥാപിച്ച് സ്ഥലത്തെ ജനസംഖ്യ തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാൻ ഇയാൾ ശ്രമിച്ചു എന്ന റിപ്പോർട്ടുമുണ്ട്. നിലവിൽ കസ്റ്റഡിയിലിരിക്കുന്ന ഇയാളുടെ അനധികൃത കെട്ടിടം യോഗിയുടെ സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് എടുത്ത് ദൂരെ കളഞ്ഞു. നമ്മൾ ആ വാർത്തയിൽ നൽകിയിരുന്നു. ഇയാളുടെ ഈ വീട്ടിൽ നിന്ന് മതപരിവർത്തനം നടത്താനായി നിർദ്ദേശം നൽകിയിട്ടുള്ള ആളുകളുടെ ജാതി തിരിച്ചുള്ള ലിസ്റ്റ്, അതിന്റെ വിശദാംശങ്ങൾ, ലാപ്ടോപ്പ്, അങ്ങനെയുള്ള അനുബന്ധ പെൻഡ്രൈവ്, അനുബന്ധ ഉപകരണങ്ങളൊക്കെ തന്നെ ATS കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇത്തരം ജിഹാദികളെ, മതമൗലികവാദികളെ, മതഭീകരന്മാരെ കൃത്യമായി നേരിടുന്നതിന് രാജ്യത്ത് മുഴുവൻ കൃത്യമായ മാതൃക നൽകിയ ഒരു പേരാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും അതുപോലെ യോഗി ആദിത്യനാഥും. മോദി സർക്കാരിന്റെ തീവ്രവാദത്തിനെതിരെയുള്ള സീറോ ടോളറൻസ് എന്ന നയം നടപ്പാക്കുന്നത് ഇവർ രണ്ടുപേരുമാണ്. ഈ പോസ്റ്റ് എഴുതുമ്പോൾ, ഒരു പോസ്റ്റാണിത് കേട്ടോ, പോസ്റ്റ് എഴുതുമ്പോൾ ജലാലുദ്ദീൻ എന്ന ഛങ്കൂർ ബാബയുടെ അനധികൃത കെട്ടിടങ്ങളൊക്കെ എപ്പോഴേ പൊളിഞ്ഞു വീണ് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളെ ഒരിക്കലും വളരാൻ പോയിട്ടൊന്ന് അനങ്ങാൻ പോലും അനുവദിക്കരുത്. അതിന് കൃത്യമായി തന്നെ ഹിമന്ത ബിശ്വ ശർമ്മയും യോഗി ആദിത്യനാഥും മാതൃക കാണിക്കുന്നു. മറ്റ് മുഖ്യമന്ത്രിമാർ എന്താണ് കാണിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി അറിയില്ല. എന്തായാലും കേരളത്തിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് നമുക്കറിയാം. കാരണം ഇവിടെ കംപ്ലീറ്റ് പ്രീണനം തള്ളിപ്പിടിച്ചുകൊണ്ട്, മുസ്ലിം പ്രീണനം പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന സർക്കാർ സംവിധാനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഛങ്കൂർ ബാബമാർ പലയിടത്തുമുണ്ട്. എല്ലാത്തിനെയും പൊക്കിയെടുത്ത് അകത്തിട്ട് ഇടിച്ചു നിരത്തി സെറ്റാക്കണം. എന്നാലേ നാട് നന്നാവും.